വെൽക്കം ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽവഫ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് UAE അസ്ഥിരമായ കാലാവസ്ഥ, നല്ല മഴയായിരുന്നു. കനത്ത മഴയിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി. പക്ഷേ എന്നാലും രാജ്യം ശക്തമായി തന്നെ തിരിച്ചു വന്നു. ഈ കാലയളവിൽ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരുപാട് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിച്ചു എന്ന് മാത്രമല്ല, കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കാലാവസ്ഥയെക്കുറിച്ച് എത്തിച്ച ഒരു മലയാളിയുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ദ വെതർമാൻ UAE. പലർക്കും ഈ ദ വെതർമാൻ UAE എന്ന് പറയുമ്പോൾ ഇതാരാണ്, ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരാളാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. അവസാനം ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഇതാണ് ആ മനുഷ്യൻ. വെൽക്കം ടു ദ ഷോ സജാദ്. താങ്ക് യു. കണ്ണൂർക്കാരനാണ്, അതെ, മലയാളിയാണ്, അതെ, വെതർമാനാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ, അതായത് വ്യാഴാഴ്ച 2-ാം തീയതി മെയ് 2-ന് വലിയ മഴ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഭയചകിതരായിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ഇതിനെക്കുറിച്ച്, ഈ ഒരു വരുന്ന 2-3 ദിവസം അല്ല ഒരാഴ്ചയെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ളത്? നമ്മൾ ഏകദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു 20 to 50 mm പ്രസിപ്പിറ്റേഷനാണ് എല്ലാ സിറ്റി പ്രദേശങ്ങളിലും. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, അതുപോലെ മറ്റുള്ള അല്ലൈൻ, കൽബ, ഫുജറ, അങ്ങനെ എല്ലാ സിറ്റി പ്രദേശങ്ങളിലും മാക്സിമം ഒരു 20 മുതൽ 50 mm വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ 20 മുതൽ 50 mm എന്ന് പറയുന്നത് വലിയൊരു മഴയല്ല. എന്നിരുന്നാലും നമ്മൾ ഫെബ്രുവരി മാസം നമുക്ക് ഏകദേശം ഷാർജ, ദുബായ് ഭാഗങ്ങളിൽ നമുക്കൊരു 67 mm ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മഴ ഉണ്ടല്ലോ, വലിയ മഴ, അത് ഏകദേശം 198, 160, 198 ആ രീതിയിലായിരുന്നു. അതിന്റെ ഒരു 1/4 ആണ് ഇനി വരാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ മാർച്ചിൽ നോമ്പിൻ്റെ ഒരു സമയത്ത് ഏകദേശം 15-20 mm ആണ് ലഭിച്ചത്. എന്നിരുന്നാലും അവിടെയും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും വെള്ളം ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് 20 to 50 ആണ്. അപ്പോൾ ഉറപ്പായും വെള്ളം ഉയരും. താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ എവിടേക്കാണ് മുന്നേ വെള്ളം ഉയർന്ന സ്ഥലങ്ങളുടെ അവിടേക്ക് വീണ്ടും ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ മാർച്ചിനേക്കാളും കുറച്ചുകൂടി അധികമായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ദുബായ് ഷാർജ ഭാഗങ്ങളിൽ പെയ്ത ഒരു തീവ്ര മഴ ഉണ്ടല്ലോ, അത് ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അൽ ദഫ്ര എന്ന് പറയുന്ന റീജിയനാണ്. അത് മിർഫ മുതൽ UAE സൗദി ബോർഡർ വരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ ലിവ, മദീന സായിദ്, ആ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ തീവ്ര മഴ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് അവിടെ ഡെസേർട്ട് ആണ്, അതുകൊണ്ട് കൂടുതൽ നമുക്കൊരു പ്രയാസം ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഷാർജയിലും നേരത്തെ ഉണ്ടായ മഴയുള്ള സ്ഥലത്ത് ഇനിയും നാളെയോ മറ്റന്നാളോ ഈ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴക്ക് ഇതന്നെ ഈ 20 മുതൽ 50 എന്ന് പറയുന്നത് ഒരു ശക്തമായ മഴ തന്നെയാണ്. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഒരു മഴ. അതെ, വളരെ പെട്ടെന്ന് ഷാർജയിൽ നേരത്തേക്ക് എല്ലാവരും ഒന്ന് വിഭ്രാന്തിയിലായി. അത് എങ്ങനെയായിരുന്നു? അതിനുള്ള ഒരു കാരണം എന്താണ്? അതിനുള്ള കാരണം ആക്ച്വലി അതൊക്കെ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ലോ പ്രഷർ സിസ്റ്റം ഉണ്ട്. സർഫേസ് ലോ പ്രഷർ സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. അത് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ സിറ്റി ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഇത് വരുന്നത്. പലരും പറഞ്ഞു കേട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ ക്ലൗഡ് സീഡിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഒരു ഔട്ട്സൈഡ് UAEക്ക് പുറത്ത് മീഡിയാസ് ഇങ്ങനെ ഫാൾസ് ചെയ്തു. UAEല് ക്ലൗഡ് സീഡിങ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്താണ് ക്ലൗഡ് സീഡിങ്ങും ഇതും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടോ? ആക്ച്വലി ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സമയത്ത് ഇപ്പം ഏകദേശം 8:45 ഓക്കെ, ഈ 8:45 ക്ലൗഡ്സ് വന്നാൽ നമ്മൾ അവിടെ ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ അയച്ചിട്ട് അവിടെ സീഡ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ലൗഡ് സീഡിങ്. ഇതെന്ന് പറയുന്നത് ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ 1 വർഷത്തെ 2 വർഷത്തെ മഴ ഒന്നിച്ച് പെയ്യാണ്. അത് ഒരിക്കലും ക്ലൗഡ് സീഡിങ് കൊണ്ട് പറ്റില്ല. ഇത് നാച്ചുറൽ ആണ്. ഒരിക്കലും ഇത് പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. അത് തൊട്ട് മുന്നേ ഓക്കെ, ഈ തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ ഏപ്രിൽ 14 തോന്നുന്നു. ഏപ്രിൽ 14 BBC-യുടെ ഒരു കവറേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ലോ പ്രഷർ സിസ്റ്റം കാരണം ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഫ്ലഡ് ഉണ്ടാവും എന്നുള്ള ഒരു ഫോർകാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും ആരും നോക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരും ക്ലൗഡ് സീഡിങ് UAE ചെയ്യുന്നത് കൊണ്ട് ക്ലൗഡ് സീഡിങ് കാരണമാണ് ഫ്ലഡ് ഉണ്ടായെന്നുള്ളൊരു
ഇന്ത്യ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരു പ്രൊപ്പഗേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മഴയും അങ്ങനെയല്ലല്ലോ, ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ റെയിൻ ആണ്. ഇതാണ്. അപ്പൊ അന്ന് എനിക്കൊന്ന് സൗദി ബോർഡർ വഴി വന്ന ഇത് കഴിഞ്ഞ പ്രാവശ്യം ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് UAE പ്രവേശിക്കുകയാണ് ഉണ്ടായത്. ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത് റെഡ് സീ എന്ന് ഒരു ലോ പ്രഷർ സിസ്റ്റം വരുന്നുണ്ട് ചെങ്കടലിൽ നിന്ന്. അതുപോലെ ഖത്തർ സൗദി ബോർഡറിൽ നിന്ന് ഒരു ലോ പ്രഷർ സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ആണ് നമ്മൾ എമിറേറ്റ്സിലേക്ക് കയറുന്നത്. ഓക്കെ, ഇപ്പോൾ വെതർമാനെ UAE അവതരിപ്പിച്ച് എല്ലാവരുടെ മുന്നിൽ പെട്ടെന്ന് എത്തിച്ച ഒരാളുണ്ട്. ഫസ്ലു ഹലോ. യാ ഫസ്ലു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, ഫസ്ലു വെതർമാൻ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാരും കേൾക്കുന്നു, വെതർമാൻ എല്ലാവരും കാണുന്നു. അപ്പോ വെതർമാനിന് ഇപ്പൊ നാളത്തെയും അതുപോലെ ഇവിടെ ഒരു വെതർമാൻ മറ്റൊരു ഫസ്ലു, ഇവർ രണ്ടാളാണ് ഇവിടെ മഴ വരുന്നത് എപ്പോഴാണെന്നും എപ്പോ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ആൾക്കാർ പറയുന്നത്. അപ്പോ ഈ വിഷയത്തില് എന്താണ് ഫസ്ലുവിന് പറയാനുള്ളത്? ഇല്ല, ഇതില് നമ്മളൊക്കെ ഇപ്പം ഞാനാണെങ്കിലും മുനീർ അൽവഫ ആണെങ്കിലും നമ്മളൊക്കെ വെറും ഒരു ആംപ്ലിഫൈ ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. വെതർമാൻ പോലുള്ള ഈ വെതറിനെ വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് നോക്കുന്ന ആളുകളേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ഞാനിപ്പോ റോഡിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത്, ഇപ്പൊ ദുബായിലെ റോഡിലെല്ലാം നോക്കുന്ന സമയത്ത് ആ ഡ്രെയിനേജിലേക്ക് വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ആ ഒരു ചെറിയ ഗ്രില്ല് ഇപ്പൊ പൊക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. അത് എന്നതുപോലുള്ള ഒരു നല്ല വെൽ പ്രിപ്പയർഡ് ആണ് ഇത്തവണത്തെ ഈ ഒരു മഴയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ദുബായ് സിറ്റിയുടെ കേസിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ഷാർജയിൽ വിളിക്കുന്ന സമയത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. നല്ല രീതിയിൽ ഇപ്പം വെതർമാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം, നല്ല രീതിയിൽ മഴ വരുന്നുണ്ടാവും. എന്നാൽ പോലും പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ എന്നോട് സൂചിപ്പിച്ചിരുന്നതാണ്, ഒരു 250 mm ഒക്കെ മഴ പെയ്തിരുന്നിടത്ത് അതിന്റെ ഒരു 1/5 അല്ലെങ്കിൽ ഒരു 50 mm ഒക്കെ 60 mm ഒക്കെ മാക്സിമം പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്നാൽ പോലും അത് വലിയ മഴയാണ്. പക്ഷെ അത് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റി വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് ഇപ്പൊ ഭയം വേണ്ട, പക്ഷെ ജാഗ്രത മതി. അതെ, ഭയം വേണ്ട, ജാഗ്രത. വെതർമാൻ ഇവിടെ ഞാൻ പിന്നെ കാലാവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ, ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വെതർമാനെ ഫസ്ലു, ഞാൻ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത്. വെതർമാനെ ഫസ്ലു എങ്ങനെയാണ് കണ്ടെത്തിയതും ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിനുള്ള ആ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ഇല്ല, വെതർമാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനുഷ്യനോട് ഒരു തുടക്കം തൊട്ടിരുന്നൊരു കൗതുകമായിരുന്നു. കാരണം പുള്ളി ഈ റീജിയനിൽ എവിടെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പം തന്നെ നോക്കിയിട്ട് ഫോളോ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അവർ പറയുന്നതൊക്കെ നോക്കാറുണ്ട്. അപ്പം ഈ റീജിയനിൽ എവിടെ എപ്പം മഴ പെയ്ത, കാരണം നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഈ പീക്ക് സമ്മറിലെല്ലാം ജൂൺ ജൂലൈ ഓഗസ്റ്റിലെല്ലാം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോറി ഇടും, ഇവിടെ മഴയുണ്ട്, മഴ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് സ്റ്റോറി ഇടും. ഞാൻ എന്നിട്ട് ചുമ്മാ ആള് നമ്പർ തള്ളുന്നത് വെറുതെ ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ നോക്കുന്ന സമയത്ത് ഇല്ല, വിഷ്വൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഈ ഡീപ്പ് ഡെസേർട്ടിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് മഴ കൊണ്ടുവരുന്നൊക്കെ വിഷ്വൽസ് ഇതായിരുന്നു. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്രയും സമ്മറിലൊക്കെ ഇവിടെ UAE മഴ പെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ നമ്പർ എടുത്ത് പുള്ളിയെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എന്റെ കൂടെ വാ, മഴ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മഴയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ തുടങ്ങി. എന്നിട്ട് ഞാനിപ്പോ സൗദിയിൽ പോയതായിരുന്നു. സൗദിയിൽ ഒരു 10 days കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്നോട് വെച്ചു, വന്നേ പറ്റുള്ളൂ എന്നൊരു രാത്രി. ഞാൻ പുള്ളിയെ കണ്ടെത്തല്ല ചെയ്യുന്നത്. പുള്ളി എന്നോട് പറയും, ഇത് എങ്ങനെയെങ്കിലും ആളുകൾ എത്തിക്കണം നിങ്ങൾ. അപ്പൊ പുള്ളി ഓരോ തവണയും മഴ എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ മെസ്സേജിന്റെ ആളോട് പറയണം എന്നുള്ളത്. പക്ഷെ ഇത്തവണ എന്നോട് പറയില്ല, ഇത് പറ്റില്ല, നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് പിടിച്ചിട്ട്, ഞാൻ അങ്ങോട്ടല്ല, പുള്ളി വെതർമാനെ ഞാൻ ഇൻട്രൊഡ്യൂസ് അല്ല ചെയ്യുന്നത്, പുള്ളി എന്നെ നിർബന്ധിച്ച് ഇത് നിങ്ങൾ എത്തിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ 75 വർഷത്തിന്റെ ഏറ്റവും വലിയ മഴ എന്നൊക്കെ ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു. എന്നോട് പറഞ്ഞു, ഇപ്പൊ കിട്ടിയതിനേക്കാൾ ഒരു അതിശക്തം അതിന്നുള്ളിൽ അത്ര എൻഫസൈസ് ചെയ്തുകൊണ്ട് പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ എത്തിച്ചിട്ടില്ല എന്നെങ്കിൽ അപകടമാവും, നമ്മൾ വിചാരിക്കുന്ന പോലെ മഴയല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ പുള്ളിയുടെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വല്ലാതെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ശല്യം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്റ് മുഴുവൻ പുള്ളിക്കാണ്. അതുകൊണ്ട് മാത്രം ഒത്തിരി പേർക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലൊരു വലിയൊരു ഉപകാരപ്പെട്ടു ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. തീർച്ചയായിട്ടും. വെതർമാൻ, ഇപ്പോ എത്ര നാള് മുമ്പേ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഏറ്റവും ബെസ്റ്റ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അടുത്ത 4 മണിക്കൂറാണ്. ഓക്കെ. പിന്നെ ഒരു ആക്യുറസിയിൽ കുറച്ച് ഒരു പെർസെൻറ്റേജ് കുറയാണ്, ഒരു 80 to 90%. അടുത്ത മാസം വരും അങ്ങനെ. ഇനി പറയുകയാണെങ്കിൽ നമ്മളൊരു 70 to 90 ഒക്കെ ആണെങ്കിൽ അടുത്ത 4 days പറയാം. അടുത്ത 1 week ഒക്കെ ആണെങ്കിൽ ഒരു 30 to 50 ഒക്കെയാണ് പെർസെൻറ്റേജ്. അടുത്ത മാസമൊക്കെ പറയുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് ചോദിച്ച ചോദ്യമാണ്. എന്നാലും ഞാനൊന്ന് ചോദിക്കുകയാണ്,
എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ സാധിക്കുന്നത്? എന്താണ് ഇതിന്റെ ഉപോൽപ്പലകമായ സംഭവം? പബ്ലിക്കിന് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള വെതർ മോഡലുകൾ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് വെതർ മോഡൽസ്. ഈ വെതർ മോഡൽ എന്ന് പറയുന്നൊരു ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം, അത് അവരുടെ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഫ്ലൈറ്റുകളിൽ, സാറ്റലൈറ്റുകളിൽ ഒക്കെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് സൂപ്പർ കമ്പ്യൂട്ടർ തന്നെ ഒരു ഓട്ടോണമസ് രീതിയിൽ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വെതർ ഫോർകാസ്റ്റ് ചെയ്യേണ്ട എലിമെൻറ്റ്സ്, ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, അങ്ങനെ എല്ലാ എലിമെൻറ്റ്സും ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പെർ സെക്കൻഡ്, പെർ മിനിറ്റ്, പെർ ഹവർ, പെർ വീക്ക്, പെർ മന്ത്, പെർ ഇയർ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും എന്തൊക്കെയാണ് ഓരോ ടെമ്പറേച്ചർ, വിൻഡ്, പ്രഷർ, അങ്ങനെ ഈ സൂപ്പർ കമ്പ്യൂട്ടർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പബ്ലിക്കിനായിട്ട് അവൈലബിൾ ആണ്. കുറച്ച് ഡാറ്റാസ് നല്ല കൂടുതൽ ഒരു അമാച്ചുറായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പെയ്ഡ് വേർഷൻ പോകേണ്ടി വരും. അങ്ങനെ ഓരോ വെതർ മോഡൽ, അത് ഫേമസ് ആയിട്ടുള്ള വെതർ മോഡലുകൾ ഒന്നാണ് ECMWF എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ വെതർ മോഡൽ. അത് പിന്നെ രണ്ടാമത്തെ ഫേമസ് ആയിട്ടുള്ളതാണ് UKMO എന്ന് പറഞ്ഞിട്ട്, അത് ബ്രിട്ടീഷ് വെതർ മോഡലാണ്. പിന്നെ കാനഡയുടെ GM എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇന്ത്യക്കുണ്ട്, പക്ഷെ ഇന്ത്യയും GFS എന്ന് പറയുന്ന അമേരിക്കയുടെ വെതർ മോഡലാണ് ബേസ് ചെയ്യുന്നത്. അങ്ങനെ 5-6 വെതർ മോഡൽ, ഫേമസ് ആയിട്ടുള്ള വെതർ മോഡൽ ആണ് ചെയ്യുന്നത്. അതെ, ഈ വെതർ മോഡലുകൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ വെതർ മോഡൽ GFS എന്ന് പറയുന്ന വെതർ മോഡലാണ് എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കുക. എല്ലാ ആപ്ലിക്കേഷൻ, നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം GFS എന്ന് പറയുന്ന വെതർ മോഡലാണ് റെഫർ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ GFS എന്ന് പറയുന്ന വെതർ മോഡലാണ് എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനും റെഫർ ചെയ്യുന്നത്. GFS എന്ന് പറയുന്നത് ഒരു ഫ്രീ വെയർ ആയിട്ടുള്ള വെതർ മോഡലാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാം. അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ 10 ദിവസത്തേക്ക്. ഓക്കെ, അടുത്ത ഒരാഴ്ചത്തേക്കുള്ള വെതർ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. മറ്റുള്ള വെതർ മോഡലുകളൊക്കെ അടുത്ത 4 ദിവസം 3 ദിവസമൊക്കെ കിട്ടുള്ളൂ. ഇത് ഫ്രീ ആണ്. അപ്പോൾ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനും റെഫർ ചെയ്യുന്നത് ഈ വെതർ മോഡലാണ്, GFS എന്ന് പറയുന്നത്. പക്ഷേ GFS എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ അത്ര ആക്യുറേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ GFS പറയുന്നത് ദുബായിൽ നിന്ന് മഴ ഉണ്ടാവുന്നതാണ്. മറ്റുള്ള വെതർ മോഡലുകളൊന്നും പറയുന്നത് ദുബായിൽ മഴ ഉണ്ടാവില്ല. പക്ഷെ ആപ്ലിക്കേഷനിൽ വരിക ഈ GFSന്റെ ഡാറ്റയാണ്. അതാണ് പ്രശ്നം. കേരളത്തിൽ ഇനി അടുത്ത എപ്പോൾ മഴ പെയ്യാന്നുള്ളത് പറയാൻ നമുക്ക് പ്രവചിക്കാം? അതെ, ആക്ച്വലി ഇത് നമ്മളിപ്പോൾ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നാട്ടിലും വാട്സപ്പ് ഗ്രൂപ്പുകളും ചർച്ചകളും ഡെയിലി നടക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനുള്ള ഒരു ആക്ച്വലി 2015 ഓഗസ്റ്റ്. ചെറിയൊരു ഇടപെടൽ നടത്തിക്കോട്ടെ. 9 മണിയായതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലാണ് എടുക്കുന്നത്. എനിക്ക് ന്യൂസിന്റെ സമയമായതുകൊണ്ട് എനിക്ക് ഒന്ന് മൈക്കൊന്ന് കട്ട് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഫസലിനോട് ചോദിക്കാം. ഫസലു, ഇത്രയും എക്സ്പീരിയൻസ് ഇതിലുള്ളതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് കാര്യമായിട്ട് ഇപ്പോൾ ഇന്ന് രാത്രി ജനങ്ങൾ പ്രിക്കോഷൻ എടുക്കേണ്ടത്? അല്ല, ഇതിൽ ഇപ്പം സിറ്റി അതുപോലെ തന്നെ ദുബായ് ആണെങ്കിലും ഷാർജ ആണെങ്കിലും പ്രിക്കോഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. അവർ അലേർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ റിമോട്ട് ലേണിംഗിലേക്ക് മാറി, സ്കൂളുകൾ റിമോട്ട് ലേണിംഗിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വാദികളിലേക്കും ഡേഞ്ചറസ് സിറ്റുവേഷൻ സ്ഥലങ്ങളിലേക്കും പോവാതിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അത്രമാത്രം തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫസലു. താങ്ക് യു സോ മച്ച് കമ്മിങ് ഇൻ ആൻഡ് ടേക്കിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു കാര്യം കേട്ടത്, റെയിൻ ചേസ്, അതായത് മഴ എവിടെ അടുത്ത ആഴ്ച വരും അല്ലെങ്കിൽ നാളെ വരും, അതിനെ തേടി പോവുക, അതിന്റെ കൂടെ കുറെ ആൾക്കാരെ കൊണ്ടുപോവുക, ഇങ്ങനെ ഒരു ഹോബിയും കൂടി ഉണ്ടല്ലോ വെതർമാനെ. എന്താണ് ഈ റെയിൻ ചേസ് എന്ന് പറയുന്നത്? ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാം. ഞാൻ 2015 ഒരു ഓഗസ്റ്റ് സമയത്തായിരുന്നു വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ചൂടായിരുന്നു. സെയിം സമയം കേരളത്തിൽ നല്ല മഴക്കാലമായിരുന്നു. 3 ദിവസം തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു ഞാൻ വന്ന മാസം ഓഗസ്റ്റിൽ. അങ്ങനെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ചൂട്. ഞാൻ ഭയങ്കര മഴപ്രേമിയാണ്. മഴ ഭയങ്കര നൊസ്റ്റാൾജിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഭയങ്കര ഈ ട്രാൻസിഷൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഒരുപാട് റിസർച്ചൊക്കെ നടത്തി ഇവിടെ മഴയുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഒരുപാട് ഇതുപോലെയുള്ള വെതർ റഡാറുകളും സാറ്റലൈറ്റുകളൊക്കെ ചെക്ക് ചെയ്ത്. പക്ഷേ എപ്പോഴും മഴ പെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഡ്രൈവ് ചെയ്തിട്ട് എത്തുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നോക്കിയിട്ടൊന്നും കാര്യമില്ല.
ഇതിൽ കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. പിന്നെ ഒരു 3-4 മാസത്തിന് ശേഷം ഇത് എങ്ങനെയാണ് കാലാവസ്ഥ ഫോർകാസ്റ്റ് ചെയ്യുന്നതൊക്കെ ഓൺലൈനിൽ കൂടിയും ബുക്സിലൂടെയൊക്കെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ഒരു കുറച്ച് സ്കില്ലൊക്കെ നേടിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ കൂടുതൽ വീണ്ടും ഇറങ്ങി റെയിൻ ചേസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം എവിടെയാണ് മേഘങ്ങൾ രൂപപ്പെടുക, അവിടെ ആ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് കുറച്ച് മുന്നേ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്തും. എന്നിട്ട് അവിടെ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കുറച്ചതിന് ശേഷം മേഘങ്ങൾ രൂപപ്പെടും, മഴ ഉണ്ടാവും, അങ്ങനെ എൻജോയ് ചെയ്യും. അതിനുശേഷം ഒരു ഇൻസ്റ്റാഗ്രാം, കേരള റെയിൻ ഫോർകാസ്റ്റർ എന്നിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങി. അതിൽ വീഡിയോസൊക്കെ ഇട്ടു. ആൾക്കാരൊക്കെ പറയും ഇത് ഓൾഡ് വീഡിയോസ് ആണ്. ഞാൻ സമ്മറിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ പറയും ഇത് ഓൾഡ് വീഡിയോസ് ആണ്, ഇപ്പം മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം യുഎഇലില്ല. ഇപ്പൊ ടിക്ടോക്കിൽ കൂടിയും ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ വീഡിയോസ് ഇങ്ങനെ സ്പ്രെഡ് ആയതിനു ശേഷം ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായി സമ്മറിലും ഇവിടെ മഴയുണ്ട്, സമ്മറിൽ ഇവിടെ മഴയുണ്ട് എന്നുള്ള ഏകദേശം മനസ്സിലായി. ഇപ്പോൾ ആക്ച്വലി ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ യുഎഇയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. അത് ഒരു 90% ആൾക്കാർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് വിന്ററിൽ മാത്രമാണ് യുഎഇയിൽ മഴയുള്ളതെന്നാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു കനത്ത മഴക്കുള്ള എനിക്കൊന്ന് 4th റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേൾഡ് റെക്കോർഡ് ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ അതെന്ന് പറയുന്നത് ഒരു ഇപ്പം ചിറാപുഞ്ചിയിലും മേഘാലയയിലും വർഷത്തിൽ ഏകദേശം 1100 സംതിങ് സെൻറ്റിമീറ്ററോളം മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വലിയ എന്താ പറയുക ഒരു വർഷത്തേക്ക് കണക്കാണ്. ഇതെന്ന് പറയുന്നത് ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഒരു വർഷത്തെ 2 വർഷത്തെ മഴ പെയ്തത്. അതിലാണ് റെക്കോർഡ്. അതുകൊണ്ടാണ് ആൾക്കാർ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ അത് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ഷോർട്ടസ്റ്റ് പീരീഡിൽ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇപ്പം മഴ ഇങ്ങനെ വരാൻ കാരണം? അത് ഒന്നാമതെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മൾ ടെമ്പറേച്ചർ എല്ലാ വർഷവും 1 ഡിഗ്രി വെച്ച് രീതിയിൽ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ശരിക്കും മഴ പെയ്യുന്നതിനുള്ള ഒരു വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഈ വർഷം 2024 എൽനിനോ എന്ന് പറയുന്ന, അല്ലെ 2023 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിൽ എൽനിനോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആക്റ്റീവ് ആയിട്ടുണ്ട്. എൽനിനോ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിലെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ശരിക്കും ഇത് വലിയ ന്യൂനമർദ്ദങ്ങളിലേക്ക് നയിക്കും, കടലിലെ ചൂട് കൂടുന്നത്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് കാരണം ചൂട് കൂടുന്നുണ്ട്. എൽനിനോ വന്നപ്പം അതും ചൂട് കൂടാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഒരുപാട് മഴയ്ക്ക് കാരണമായി യുഎഇയിൽ. ഇതേ സിസ്റ്റം 2016 യുഎഇയിൽ ഉണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് 2016 ഏകദേശം വിൻ്റർ സമയങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മെയ് അവസാനത്തോടു കൂടി ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എൽനിനോ. അതോടുകൂടി മഴയുടെ സാധ്യതയും കുറഞ്ഞു വരും. പക്ഷേ ഗ്ലോബൽ വാർമിംഗ് കാരണം ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ ഇനി എൽനിനോ ഇല്ലെങ്കിലും ഭാവിയിലും മഴ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ജൂണിലും ഇതേപോലെ മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, കാരണം ഒരു 1 മന്ത് പ്രഡിക്ഷനൊക്കെ വളരെ ആക്യുറസി ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വെതർ ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പിന്നെ എന്താണ് ഇവരുടെ ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുകയോ? ഡെയിലി ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ ഫസ്റ്റിലും തമ്മിലുള്ള വീഡിയോ അതിലുള്ള NCMൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി അവിടെയുള്ള ബോസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. ബോസ് എന്നെ വിളിച്ചു, അവിടെയുള്ള മെയിൻ വെതർ ഫോർകാസ്റ്റർ വിളിച്ചു, പറഞ്ഞു നല്ല എക്സലന്റ് വർക്കാണ് ചെയ്യുന്നത്, ഇനി നിങ്ങൾക്ക് വീഡിയോ കിട്ടുകയാണെങ്കിൽ എനിക്കും ഷെയർ ചെയ്യണം. അവരുടെ NCM എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ UAE വെതർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ വീഡിയോസ് ഇടുന്നത്, നമ്മുടെ വീഡിയോസും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി എന്താണ് ഭാവിയിൽ പരിപാടി? ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ ഒരു ഇൻഡസ്ട്രി ആക്കിയിട്ട് മാറ്റാൻ? ഒരു ഇൻഡസ്ട്രി ആക്കാനുള്ള താല്പര്യമില്ല. ഇവിടെ ഇനിയും UAEയിൽ എനിക്ക് തോന്നുന്ന ഒരു 10% ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് സമ്മറിലൊക്കെ മഴ പെയ്യുന്നത്. അതിനിയും എല്ലാ ആൾക്കാരെയും, എല്ലാ മഴപ്രേമികളെയും ഒരു കുടക്കീയിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് തോന്നുന്നത് ഈ റൺ ചേസ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഇന്ന ദിവസം ഏതാണ്ട് മഴ പെയ്യുമെന്ന് പറയാം, എന്നിട്ട് ആൾക്കാരെ അവിടത്തേക്ക് നമ്മൾ ഈ ഡെസേർട്ട് സഫാരിക്കൊക്കെ കൊണ്ടുപോകും പോലെ വണ്ടികളിൽ കൊണ്ടുപോകുക, കുടകളൊക്കെ അവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മൊബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ടൂറിസം സാധ്യതയുള്ള ഒരു ബിസിനസ് ആയിരിക്കും. അതൊരു പോസിബിലിറ്റി ഉണ്ട് അതിൽ.
നല്ല ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ ആൾക്കാരും, മലയാളികൾ മാത്രമല്ല എല്ലാ നാഷണാലിറ്റീസും മഴ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ വലിയ മഴ അല്ലാതെ സാധാരണ മഴ ആണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. റൊമാൻറ്റിക് റൊമാൻറ്റിക്കാണ്, നൊസ്റ്റാൾജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ മഴ ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ല. അല്ല, നൊസ്റ്റാൾജിയ കൊണ്ട് ജസ്റ്റ് മഴ നനയാണെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരും സമ്മറിൽ ആക്ച്വലി മഴ പെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ഒരു 49 ഡിഗ്രി ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഒരു 20-23 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ നമ്മൾ വിൻ്ററിലാണ് ഉള്ള ജാക്കറ്റൊക്കെ ഇടാൻ തോന്നും മഴയത്ത് തണുത്തിട്ട് വരച്ചിട്ട്. ഇപ്പോൾ മഴ അല്ലാതെ വെയില്, ചൂട്, മറ്റു കാലാവസ്ഥയൊക്കെ നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റും. കാറ്റ്, വലിയ കാറ്റ് വരുന്നത്, ചുഴലിക്കാറ്റ്, സ്റ്റോം, മെയിനായിട്ട് ഇവിടെ നോർത്ത് വെസ്റ്റർലി എന്ന് പറയുന്ന ഒരു കാറ്റുണ്ട്, അതാണ് നമുക്ക് തണുപ്പ് കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ സൗത്ത് ഈസ്റ്റർലി എന്ന് പറയുന്നത് അറേബ്യൻ കടലിൽ നിന്ന് വരുന്ന ഒരു കാറ്റ്, അത് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടും. അങ്ങനെ ഏകദേശം ഒരു ഓട്ടം സമയമാകുമ്പോൾ ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നോർത്ത് വെസ്റ്റർലി എന്ന് പറയുന്ന വടക്ക് പടിഞ്ഞാറൻ കാറ്റ് നമുക്ക് കൊണ്ടുവരും. ഏകദേശം ഒരു 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമുക്ക് കുറക്കും അത്. അതുപോലെ സൗത്ത് ഈസ്റ്റർലി എന്ന് പറയുന്ന അറബിക് കടലിൽ നിന്ന് വരുന്ന ഒരു കാറ്റ്. അപ്പോൾ ഈ കാറ്റുകളാണ് ശരിക്കും ടെമ്പറേച്ചർ കുറക്കുന്നതും കൂട്ടുന്നതും. നമുക്കതൊരു ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത് പറയും, ഇന്ന സമയം ഈ നോർത്ത് വെസ്റ്റർലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാറ്റാണ്. കാരണം തണുപ്പ് കുറക്കും, അല്ല തണുപ്പ് കൂട്ടും, ചൂട് കുറക്കും, അങ്ങനെയുള്ള. അപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യും ഈ നോർത്ത് വെസ്റ്റർലി വരാൻ വേണ്ടി. അപ്പോൾ ആ ഒരു കാറ്റ്, ആ ഒരു സംഭവം എപ്പോഴാണ് വരുന്നത് നമുക്ക് നേരത്തെ അറിയോ? എല്ലാം ഒരു 5 ദിവസം മുന്നേ അറിയാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും എല്ലാം അപ്ഡേറ്റഡ് ആണ്. പിന്നെ നമ്മുടെ കൂടെ റെയിൻ ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു 3-4 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം. ഓക്കെ, പിന്നെ സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടായിരിക്കണം. പിന്നെന്ന് വെച്ചാൽ ചിലപ്പം മഴ പെയ്യും, ചിലപ്പം മഴ പെയ്യാതിരിക്കാം. കാരണം അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, കാരണം ഇത് എന്താ പറയുക, ചില സമയത്ത് ക്ലൗഡ് സീഡിങ് ചെയ്യും. അല്ല, അപ്പോൾ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ, ഓക്കെ ഇതെല്ലാം ദൈവത്തിൻ്റെ അടുത്താന്നുള്ള ഒരു ചിന്ത വരണം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ എന്ന് പറയുന്നത് പൊടിക്കാറ്റാണ്. ഈ പൊടിക്കാറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും, അതുപോലെ ട്രാക്ക് ചെയ്യാനും പറ്റും. എവിടേക്കാണ് പൊടിക്കാറ്റുള്ളത് അവിടെ നിന്നൊക്കെ. അതുപോലെ ഈ എയർ പൊല്യൂഷനൊക്കെ എവിടെയൊക്കെയാണ് കൂടുതലുള്ളത്, കുറവുള്ളതൊക്കെ നമുക്ക് അതൊക്കെ NCMന്റെ ആപ്ലിക്കേഷൻ. സാധാരണ പറയാറുണ്ട് പൊടിക്കാറ്റ് വരുമ്പോൾ പറയാം ഇത് കാലാവസ്ഥ മാറാനുള്ള ഒരു ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ സമ്മറിന്ന് വിന്ററിലേക്കും വിന്ററിന് ഒരു ട്രാൻസിഷൻ പോലെയാണ്. തന്നെയാണോ ഈ പൊടിക്കാറ്റ്? അതെ, അത് പൊടിക്കാറ്റ് അങ്ങനെയല്ല, ശരിക്കും അങ്ങനെയല്ല. അത് ഇപ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത് വരുമ്പോൾ നമ്മൾ ഒരു പറയുന്നതാണ്. ശരിക്കും അതുകൊണ്ടല്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ പൊടിക്കാറ്റ് ഉണ്ടാകുന്നത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഞാൻ അതിൽ റിസർച്ച് നടത്തിയിട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ കൂടുതൽ മഴമേഘങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ റിസർച്ച് നടത്തിയത്. അതെ, കൂടുതൽ മഴമേഘങ്ങളാണ്, അതിലാണ് ഞാൻ കൂടുതൽ റിസർച്ച് നടത്തിയത്. അപ്പോൾ നമ്മുടെ റെയിൻ ചേസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏകദേശം ഞാൻ തന്നെ ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മളൊരു പോയിന്റിൽ ഗ്യാദർ ചെയ്യും. എന്നിട്ട് ഒരു കോൺവോയ് ആയിട്ട് ഒരു പോയിന്റിൽ വന്നിട്ട് എവിടെയാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും. എത്ര അവേഴ്സിന്റെ ഗ്യാപ്പിലാണ് അത് വരിക? ഏകദേശം നമ്മളൊരു വൈകുന്നേരം 11-11:30 ആകുമ്പോഴാണ് ഞാൻ ഫോർകാസ്റ്റ് ചെയ്യുക. ഒരു സമ്മർ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നമുക്ക് മഴയുണ്ട് ഇവിടെ UAE ഉണ്ട്. അപ്പോൾ ഒരു 11 വരെ ആകുമ്പം ഫോർകാസ്റ്റ് ചെയ്യും. അതിനുശേഷം മെസ്സേജൊക്കെ കണ്ട് എല്ലാവരും റെഡി ആയിട്ട് 1 മണിയോടുകൂടി എല്ലാവരും നമ്മളൊരു പോയിന്റിൽ ഗ്യാദർ ചെയ്യും. എന്നിട്ട് നമ്മളൊരു കോൺവോയ് ആയിട്ട് അങ്ങനെ സാധാരണ രീതിയിൽ ഏത് ഏരിയയിലേക്കാണ് മഴ ഉണ്ടാവുന്നത്? ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ദുബായിലാണെങ്കിൽ ലബാബ്, അതുപോലെ ദുബായ് അല്ലൈൻ റോഡ്, അതുപോലെ അവീർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് കൂടുതൽ. പിന്നെ ഹത്ത എന്ന് പറയുന്ന ദുബായിയുടെ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ, അവിടെയും ദുബായിലുണ്ട്. പിന്നെ ഷാർജയിലാണ് ഏറ്റവും കൂടുതൽ മഴയുള്ളത്. അത് ഷാർജ കൽബ റോഡ്, ഷാർജ കോർഫക്കാൻ റോഡ്, അങ്ങനെയുള്ള ആ ഏരിയ മൊത്തം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് ആ ഒരു ആൾക്കാർ കൂടുതലും. ഇതിനിപ്പോ നമുക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു സബ്ജക്റ്റ്, ഇതിന് ഇപ്പോൾ ആക്ച്വലി എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ ഒരു വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഇതൊക്കെ ഉണ്ടോ? ഫോർകാസ്റ്റിംഗ് യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് ഇൻഫോർമേഷൻ കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടോ? അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല.
ഇപ്പോൾ വെതറിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ പിവറ്റൽ വെതർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. പിവറ്റൽ വെതർ. അതിൽ ഓൾമോസ്റ്റ് എല്ലാ വെതർ മോഡലുകളും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡാറ്റ, നമുക്ക് കുറച്ച് ഡാറ്റാസൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതൊക്കെ വെച്ചിട്ടൊരു ഏകദേശം നമുക്ക് ബേസിക് നോളജ് അതിൽ കൂടി കിട്ടും. ഓക്കെ. അപ്പോൾ ബിഫോർ വൈൻഡിങ് അപ്പ് ഒരു കാര്യം കൂടി, ഇപ്പോൾ നാളെ, അതായത് ഇപ്പോൾ ഇന്ന് ബുധനാഴ്ച രാത്രിയാണ്, വ്യാഴാഴ്ച മുതൽ അടുത്ത ഒരു ആഴ്ച അല്ലെങ്കിൽ എത്ര ദിവസം, അതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ടൊന്ന് വിവരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം ക്ലൗഡ്സ് ഓൾറെഡി വെസ്റ്റ് ഭാഗത്തായിട്ട് വന്നു തുടങ്ങി. വെസ്റ്റ് എന്ന് പറയുന്നത് UAE സൗദി ബോർഡർ ഏരിയയിലാണ് ഇപ്പം മഴമേഘങ്ങളുള്ളത്. അതിങ്ങനെ മൂവ് ചെയ്തിട്ട് എമിറേറ്റ്സിൻ്റെ ഗ്രൗണ്ടിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സ്ലോലി വന്ന് ഏകദേശം അർദ്ധരാത്രിയോടുകൂടി അൽദഫ്ര എന്ന് പറയുന്ന റീജിയനിൽ നല്ല പെരുമഴ ഉണ്ടാക്കും. ഇന്ന് രാത്രി അല്ലെങ്കിൽ പുലർച്ചയോടുകൂടിയുള്ള സമയങ്ങളിൽ. പിന്നെ അത് സ്ലോലി നമ്മുടെ അബുദാബി സിറ്റി, ദുബായ് സിറ്റി, ഷാർജ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചെയ്യാം. ബാക്കി എന്നിട്ട് ഏകദേശം രാവിലെ ഒരു 10 മണിയോടുകൂടി UAE മൊത്തം മഴയായിരിക്കും ഉണ്ടാവും. പിന്നെ അത് തുടർന്ന് ഏകദേശം രാത്രി വരെ ഇങ്ങനെ നീണ്ടു വെക്കും. ചെറിയ മഴയല്ല, അതിൻ്റെ ഇടയിൽ ഒരു ഇടവിട്ടിട്ടുള്ള കുറെ ശക്തമായി പെയ്യും, പിന്നെ കുറച്ച് ബ്രേക്ക്, പിന്നെയും ശക്തമായിട്ടുള്ള മഴ, അങ്ങനെ ഉണ്ടാവുക. നാളെ രാത്രിയോട് കൂടി ഇത് തീരും. പിന്നീട് എന്നിട്ട് ഫ്രൈഡേ പിന്നെ കുറച്ച് ചെറിയ മഴ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ എമിറേറ്റ്സിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ഇന്ന് ഉച്ചയോടുകൂടി മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെരുമഴ, പേമാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ ഇപ്പം റാസൽ കൈമ, ഉമ്മുൽ ഖൈനിലൊക്കെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാർജയിൽ ഈ യൂണിവേഴ്സിറ്റി സിറ്റിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് CO എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലഡഡ് ഏരിയയിലുള്ള ആ ഭാഗത്തൊക്കെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിന് ആ മഴമേഘങ്ങളൊക്കെ അവിടുന്ന് ഇപ്പം പോവും, ഡിസപ്പിയർ ആവും. അതിനുശേഷം മെയിനായിട്ടുള്ള ന്യൂനമർദ്ദ മഴ ഈ വെസ്റ്റിൽ നിന്ന് തുടങ്ങി സ്ലോലി മറ്റുള്ള ഭാഗങ്ങളിലേക്ക്. ഫ്രൈഡേ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, ഒരു എഫക്റ്റ് എന്ന രീതിയിലുള്ള മഴ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും പ്രതീക്ഷിക്കാം. ഒരു ചെറിയ രീതിയിലാണ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ ഈസ്റ്റ് ഭാഗങ്ങളിലായിട്ട് ചെറുതായിട്ട് മഴ നമ്മൾ കൊണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് പോയി. പിന്നെ നമുക്ക് ഇല്ല, ഈ ന്യൂനമർദ്ദ സാധ്യതയുള്ള അല്ലെങ്കിൽ സിറ്റി ഭാഗങ്ങളിലേക്കും എവിടെയും മഴ സാധ്യതയില്ല. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ എമിറേറ്റ്സിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ പതിവായിട്ട് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ചൂട് ഇപ്പോൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ കഴിഞ്ഞോട് കൂടി ചൂട് കൂടും. നല്ല ചൂട് വരുമോ? മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസത്തിന് ശേഷമാണ് ചൂട് കൂടുക. ഈ നാളെയോട് കൂടി ഇപ്പോഴുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് നല്ലോണം കുറഞ്ഞ് നല്ല ഫ്രഷ്, നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്ന ആള്. മഴയുള്ള സമയത്ത് നല്ല തണുപ്പായിരിക്കും. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം കുറച്ചുകൂടെ തണുപ്പുണ്ടാവും. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് തണുപ്പ് പോയി നല്ല ചൂടിലേക്ക് വീണ്ടും വന്ന് പിന്നെ ചൂട് നല്ലോണം ഇൻക്രീസ് ചെയ്യുക ചെയ്യാം. ചൂട് ഇൻക്രീസ് ചെയ്യുന്നതിനാൽ മഴയുടെ സാധ്യതയും കൂടുകയും. അപ്പോൾ നമ്മളൊരു റെയിൻ ചേസേഴ്സ് എപ്പോഴും ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നല്ല മഴ ഉണ്ടാകാറുള്ളത്. അതെ. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം നമ്മളൊക്കെ വന്ന് ഇത്രയും നേരം കാര്യങ്ങൾ പങ്കിട്ടതിന്. എല്ലാവരും കേട്ടല്ലോ, നാളെ രാവിലെ 10 മണി മുതലുള്ള ആ ഒരു മഴയുടെ സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട വിഷയം, വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, വണ്ടി എടുത്ത് പോകരുത്, അത്യാവശ്യ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുക. 2-3 ദിവസം, ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്ര നാളാണ് നിൽക്കുന്നത് നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വെള്ളം കയറിയ ഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ അത് 1-2 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വെള്ളമായിരിക്കും, അല്ലാതെ കഴിഞ്ഞ ഏപ്രിൽ പെയ്തതുപോലെ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഭയം വേണ്ട, ജാഗ്രത മതി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത് വെതർമാൻ UAE സാജിദാണ്. കണ്ണൂർക്കാരനാണ്, മലയാളിയാണ്. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു. ഒരുപാട് അഭിമാനം തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പ്രിക്കോഷൻ എടുക്കാനും പ്രിപ്പയർ ചെയ്യാനും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ പലരും ഒരു പക്ഷേ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടാവാം, ഒരു പക്ഷേ അത് മുഖവിലക്ക് എടുത്തിട്ടുണ്ടാവില്ല. അത് ഒരുപാട് ആൾ അനുഭവിച്ചു. ഇനി ഇത് കാര്യമായിട്ട് എടുക്കുക. ഇത് ഒരു പക്ഷേ വന്നില്ലായിരിക്കാം, വരായിരിക്കാം. പക്ഷെ വന്നില്ലെങ്കിൽ നല്ലത്, വന്നാൽ അത് നമുക്ക് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ശുഭരാത്രി. എന്തായാലും എനിത്തിങ് എൽസ് യു വാണ്ട് ടു കൺവേ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മുനീർ അൽ വഫ, വിത്ത് ലവ്.